ഈ പറയുന്ന അതാണ് ഞാൻ പറഞ്ഞത്, മമതാ ബാനർജിയോ DMK അടുത്ത് സ്റ്റാലിന് പിന്നെ അത്ര വലിയ ഭീഷണിയില്ല BJP. കാരണം സ്റ്റാലിനെ BJP എന്തൊക്കെ പഠിച്ചു കൊണ്ട് 18 നോക്കിയിട്ട് 10-11% വോട്ടേ മേടിക്കാൻ പറ്റിയുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. സ്റ്റാലിൻ പക്ഷെ വലിയ തോതിലുള്ള ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റാലിനുള്ള ഏറ്റവും വലിയ ഗുണം അവിടുത്തെ ഒരു കൾച്ചർ കൂടിയാണ്, ഒരു ദ്രവീഡിയൻ കൾച്ചർ എതിരാണ് BJP എന്ന് പറയുന്ന ഒരു നരേറ്റീവ് അവിടെ സ്റ്റാലിൻ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ വിജയ് അടക്കമുള്ള പാർട്ടികൾ ഉയർന്നു വന്നപ്പോഴും അവര് ഐഡിയോളജിക്കൽ ബേസിൽ ഞാൻ എതിരാണ് BJPക്ക് എന്ന് പറഞ്ഞത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗുണമുണ്ട്. അതേസമയം നിങ്ങൾ അറിയേണ്ടത് കർണാടകത്തിലെ മറ്റേ വെസ്റ്റ് ബംഗാളിലല്ല സ്ഥിതി. കാരണം മുഖ്യ പ്രതിപക്ഷം BJP ആണ്. അപ്പൊ BJP സ്വക്കൊല പണിയും എടുത്തുകൊണ്ട് ജയിക്കാൻ പരിശ്രമിക്കുന്നില്ല. ആ പരിശ്രമിക്കുന്നതിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. മണിയുണ്ട്, മസിൽ പവർ ഉണ്ട്, അധികാരമുണ്ട്, ഈ പറയുന്ന പോലെ അതിനുള്ള തന്ത്രങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്. നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല അതൊന്നും. ഇപ്പൊ കേരളത്തിലേക്ക് പോലും PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു 15-20 പേരുടെ ടീമിനെ അവര് കൽക്കട്ടയിൽ നിന്ന് അയക്കുകയും ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആഴ്ചകളിൽ കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ ടീമിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഒരു മാസം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അതിന്റെ ആളുകൾക്ക് മുഴുവൻ ഒരു കാറ്, അതായത് ടാക്സി കൊടുത്തേക്കാണ്. അതായത് ഇപ്പൊ നമ്മളെ കാണാൻ വേണ്ടി ഒരു വരികയാണെങ്കിൽ ഇനിയിപ്പോ രാവിലെ വന്ന് വൈകുന്നേരം പോകണമെങ്കിൽ വൈകുന്നേരം വരെ ടാക്സി വെയിറ്റ് അല്ല. പക്ഷേ അവർക്ക് അറിയാവുന്നല്ലോ ഈ തൃണമൂലിന് കേരളത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. അല്ല, തൃണമൂൽ കോൺഗ്രസ് ഒരു ഘട്ടത്തില് അവർ മറ്റു പല സ്ഥലങ്ങളിലേക്ക്, ഇപ്പൊ വെസ്റ്റ് ബംഗാൾ ഒഴികെ കഴിഞ്ഞിട്ടുള്ള മറ്റു പല സ്ഥലങ്ങളിലേക്ക്, ബീഹാർ അടക്കം മറ്റു പല സ്റ്റേറ്റുകളിലേക്ക് അവർ പടരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമ്പോൾ അവർക്കറിയാം ബംഗാളിൽ നിന്ന് തന്നെ ഒരു വലിയ സൈസബിൾ MP-മാരെ അവർക്ക് നമ്പർ ഓഫ് MP-മാരെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറ്റുമ്പോ വേറെ ഏതെങ്കിലും 1-2 സ്റ്റേറ്റിൽ നിന്ന് കൂടി ഒരു 4-5 എണ്ണം കൂടി പെറുക്കിയെടുക്കാൻ പറ്റിയ പോലും വലിയ ഗുണം അവർക്ക് ആകും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവര് പല സ്റ്റേറ്റുകളിലും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഈവൻ പ്രശാന്ത് കിഷോറൊക്കെ ആയിട്ട് അവര് മറ്റു പല സ്റ്റേറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആ സമയത്ത് ചർച്ച നടത്തിയിരുന്നു. അതിനുവേണ്ടി കോടികൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ പോലും 15-20 പേരുടെ ടീം എന്നൊക്കെ പറഞ്ഞാൽ അവരെ IIT റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾ IPAC-ന്റെ ആണ് വന്നേക്കണത്.